നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഈ ആരാധനയുടെ അനുഗ്രഹത്തിനായും ദൈവസാന്നിധ്യത്തിനായും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനും കൃപ നിറഞ്ഞവരുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹീതമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിനായി നന്ദിയുള്ള ഹൃദയങ്ങളോടെ അടിയങ്ങൾ അവിടുത്തെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. പ്രിയ കർത്താവെ, ഒരു വിശുദ്ധ ദിവസം കൂടി കാണാൻ കർത്താവെ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ അവിടുന്ന് നൽകി തന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം. ഇത്രത്തോളം അവിടുത്തെ ബലമേറിയ ഭുജങ്ങളാൽ അടികളെ താങ്ങിയല്ലോ കർത്താവെ. ഈ ആപത്തുകളും അനർത്ഥങ്ങളും ഈ സംഭവങ്ങളും നിറഞ്ഞ ഈ ഒരു ചുറ്റുപാടിൽ കർത്താവെ, മഹാമാരിയാലുള്ള നാശവും മരണവും ലോകത്ത് നടക്കുന്ന ഈ സമയത്ത് അടികളെ എത്രത്തോളം തിരുചെറുകിന്റെ മറവിൽ ക്ഷേമമായി കാത്ത കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെ ആരാധനയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ സാന്നിധ്യം അടികളുടെ മധ്യയെ കടന്നു വരയണമേ. ഞങ്ങൾ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും വചനം കേൾക്കുന്നതും ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും അനേകർക്ക് ജീവിതത്തിൽ കർത്താവെ വിടുതലും അവിടുത്തെ നാമത്തിന് മഹത്വവുമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ലോകമത്തെ എവിടെയെല്ലാം ദൈവത്തെ തൻ്റെ മക്കൾ ആരാധിക്കുന്നതോടെയൊക്കെയും അവിടുത്തെ സാന്നിധ്യം നൽകി തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപയാൽ അവിടെ നിറയ്ക്കുകയും ചെയ്യണമേ. കർത്താവെ, മഹാമാരിയുടെ കർത്താവെ ഈ കാലയളവിൽ ഞങ്ങൾ ചെയ്യുന്ന ആയുള്ള ശുശ്രൂഷകളും ദൈവജനത്തിൻ്റെ ആരാധനയും പ്രാർത്ഥനയും എല്ലാം കർത്താവെ ലോകത്തിൻ്റെ സൗഖ്യത്തിന് മുഖാന്തരമായി തീരട്ടെ, ജനങ്ങളുടെ വിടുതലിന് മുഖാന്തരമായി മാറട്ടെ. കർത്താവിന് നാമം മഹത്വപ്പെടട്ടെ. കർത്താവെ, അവിടുന്ന് തൃക്കൺ പാർത്ത് ദൈവമേ അടിയങ്ങളെ അവിടുന്ന് കാണണമേ. അടിയങ്ങളുടെ പ്രാർത്ഥനയും യാചനകളുടെയും ശബ്ദം അവിടുന്ന് കേൾക്കണമേ. അടിയങ്ങളുടെ യാതനകൾക്ക് അവിടുന്ന് ഒരിക്കലും മറഞ്ഞിരിക്കുന്ന ദൈവമല്ലല്ലോ. അവിടുത്തെ കരം നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആരാധന അവിടുന്ന് അനുഗ്രഹിച്ച് അവിടുത്തെ സാന്നിധ്യത്താൽ ധന്യമാക്കണമേ. അല്പസമയം തിരുസന്നിധിയിൽ ഞങ്ങൾ ചെലവഴിക്കുന്നത് കർത്താവിന്റെ നാമത്തിന് മഹത്വമായി മാറട്ടെ. യേശു മശിഹ മൂലം ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കണമേ. ആമേൻ. ദൈവനാമം സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 24-ാമത്തെ പാട്ട് നമുക്ക് പാടാം. ഒന്നുമില്ലായ്കയിൽ നിന്നെ.
ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നമുക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവ് പറയുന്നു, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവനെ സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ന്യായ പ്രമാണ പ്രകാരം നടക്കുവാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ ഭാര്യയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപായി അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായിട്ട് പറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധവചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായിരിക്കുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതില്ല. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാനൊക്കെ വണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും.
നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴിയ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് ഇരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ തലകളെ വണക്കി ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റവും വിനയത്തോടും താഴ്മയോടും ഏറ്റവും അനുതാപത്തോടും ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളേറ്റ് പറയാം. നമ്മുടെയും മറ്റുള്ളവരുടെയും പാപങ്ങളേറ്റ് പറഞ്ഞ് ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റവും താഴ്മയോടുകൂടെ പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ചെല്ലിയിരിക്കുന്നു. ഞങ്ങളുടെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. കഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ വീടുകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുഭവിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോട് നീതിയോട് സുബോധത്തോട് നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ സ്തുതിപ്പീൻ. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകലദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി. കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു. നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയത്ത് പാഠഭാഗങ്ങൾ വായിക്കുന്നതാണ്. ഒന്നാം പാഠം. ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 2 മുതൽ 12 വരെ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 2 മുതൽ 12 വരെ. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായിരുന്നു. അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബെതേൽ വരെയും ബെതേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠമിരുന്നതുമായ സ്ഥലം വരെയും ചെയ്തു. അവിടെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രാമിനോടുകൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടായിരുന്നു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരീസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ. നാം സഹോദരന്മാരല്ലോ. ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ? എന്നെ വിട്ടു പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശം ഒക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സൊദോമിനെയും ഗൊമോരയെയും നശിപ്പിച്ചതിനു മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്നു. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശം ഒക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്ത് സൊദോം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു. ഇവിടെ വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം. പതിനാറാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 16. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്കു യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു.
അളവന്നൂരിക്ക് മനോഹര ദേശത്തിരിക്കുന്നു. അത് എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രി കാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുടുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. എന്റെ വിശുദ്ധനെ ദ്രവത്വം സമ്മതിക്കുകയില്ല. ചേർന്ന് വായിക്കാം. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷപ്പെടുന്നത് നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമാണങ്ങളുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. രണ്ടാം പാഠം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ദൈവവചനങ്ങളെ കേൾക്കും. അപ്പോസ്തല പ്രവൃത്തി 6-ന്റെ 1 മുതൽ 6 വരെ. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യൗവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരന് നേരെ പിറുപിറുത്തു. പന്തിരുവർ ശിഷ്യന്മാരെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ചു മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞു നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും വിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്റ്റെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഗരോസ്, നിക്കാനോർ, തിമോൻ, പർമനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലവാസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു. ഇവിടെ ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. നമുക്ക് നിൽക്കവേ സഭയുടെ പാട്ട് പ്രതിവാക്യമായിട്ട് ചൊല്ലാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീ ആകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ച് കൊള്ളുന്നു. സകല ദേവദൂതന്മാരും മരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവം മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ പരമേറ്റപ്പോൾ കന്യകളുടെ ഗർഭത്തെ വരത്തില്ല. നീ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവായ യേശുമശിഹായുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശം. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 3-ാം മണി നേരത്തും പുറപ്പെട്ടു. മറ്റു ചിലർ ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ, ന്യായമായത് തരാമെന്ന് അവരോട് പറഞ്ഞു. അവർ പോയി. അവൻ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ചെന്നു. അങ്ങനെ തന്നെ ചെയ്തു. 11-ാം മണി നേരത്തും ചെന്നു.
മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടു. നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മെനക്കെട്ട് നിൽക്കുന്നത് എന്താ എന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കാതിയ കൊണ്ടത്രേ എന്ന് അവർ പറഞ്ഞപ്പോൾ, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ എന്ന് അവരോട് പറഞ്ഞു. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ തൻ്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ച് പിൻപന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ 11 മണി നേരത്ത് വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി. മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടും എന്ന് നിരൂപിച്ചു. അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി. അത് വാങ്ങിയിട്ട് അവർ വീട്ടുടയവന്റെ നേരെ പിറുപിറുത്തു. ഈ പിമ്പന്മാർ 1 മണി നേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് ഒരു പണം പറഞ്ഞിട്ടില്ലയോ? നിന്റേത് വാങ്ങിപ്പോയിക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുപ്പാൻ എനിക്ക് മനസ്സുണ്ട്. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ? ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരും ആകും. നിങ്ങൾ കേട്ടത് ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നാം തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിന് മുൻപായി 240 കീർത്തനം നമുക്ക് പാടാം. കീർത്തനം 240. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്ത ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുന്ന് ഈ ലോകത്തിൽ വന്ന് കർത്താവെ, ശത്രുക്കളും പാപികളും ദോഷികളുമായിരുന്ന അടിയങ്ങളെ ദൈവവുമായിട്ട് നിരപ്പിക്കുവാൻ ഞങ്ങളുടെ ശത്രുതയെ നീക്കി ഞങ്ങൾക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് വായിച്ച് അവിടുന്ന് ക്രൂശിൽ തറച്ച് ഞങ്ങളെ അവിടുത്തെ മക്കളാക്കി തീർത്ത അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ,
അവിടുന്ന് സമാധാനം ഈ ലോകത്തിലേക്ക് പകർന്നുവല്ലോ. അവിടുന്ന് സമാധാനമായി സന്തോഷമായി ഈ ലോകത്തിലേക്ക് വന്നല്ലോ. കർത്താവെ, അടിയങ്ങൾ അവിടുത്തെ മക്കളായി ഈ ലോകത്തെ ആക്കിയിരിക്കുന്നു. സമാധാനത്തിൻ്റെ ചാലകങ്ങളാക്കി, സമാധാനത്തിൻ്റെ വക്താക്കളാക്കി ഞങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലും ഇടപെടുന്ന രംഗങ്ങളിലും കർത്താവെ, നിന്റെ സ്വഭാവമുള്ളവരാക്കി ഞങ്ങളെ തീർക്കണമേ. കർത്താവെ, സമാധാനം ഞങ്ങളിൽ തന്നെ ഉണ്ടാകുവാനും അത് മറ്റുള്ളവരിലേക്ക് പകരുവാനും അവിടെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും സഭാ ജീവിതത്തിലും ഞങ്ങളുടെ സമൂഹ ജീവിതത്തിലും കർത്താവെ, കലഹക്കാരുടെ കൂടെയല്ല, കലഹിക്കുന്ന അനുഭവത്തിലല്ല, സമാധാനത്തിൻ്റെ ഉടമസ്ഥരായി ജീവിക്കുവാൻ, സമാധാനത്തിൻ്റെ കണ്ണികളായി ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് പ്രകാരം പറഞ്ഞുവല്ലോ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. കർത്താവെ, സമാധാനം ഉണ്ടാക്കുന്നവരാക്കി ഞങ്ങളെ അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഈ വചന ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ, ഉപകാരമായി തീരുവാൻ അവിടുത്തെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണം. തിരുസന്നിധിയിൽ അടികളിരിക്കട്ടെ, അവിടുന്ന് അടികളോട് സംസാരിക്കണം. യേശു മിശിഹാ മൂലം ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസം വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധനയിൽ ഭാഗവാക്കുകളാകുന്ന എല്ലാ ദൈവ മക്കളെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടെ വന്ദനം ചെയ്യുന്നു. ഈ ആരാധനയിലേക്കും വചന ശുശ്രൂഷയിലേക്കും സ്നേഹപൂർവ്വം ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നാം ഈ നാളുകളിൽ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ ആകുന്നു കടന്നു പോകുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മഹാമാരി ഈ ലോകത്തിന്മേൽ വരുത്തുന്ന നാശവും മരണവും അത് മുഖാന്തരം ഉണ്ടാകുന്ന പ്രതിസന്ധികളും. മറ്റൊരു ഭാഗത്ത് രാജ്യങ്ങൾ തമ്മിലും ജനതകൾ തമ്മിലും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലുമൊക്കെ ഉണ്ടാകുന്ന കലഹങ്ങളും പ്രയാസങ്ങളും അത് ഉളവാക്കുന്ന പ്രതിസന്ധികൾ. ചുരുക്കത്തിൽ വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ ആകുന്നു ഈ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കാവുന്ന സംഗതിയാണ്. നമ്മുടെ ദേശത്ത് തന്നെ ഭയങ്കരമായ സമരങ്ങളും അത് മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമെല്ലാം ഓരോ ദിവസം ചെല്ലുന്തോറും രൂക്ഷമായിക്കൊണ്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് വളരെ സമാധാനം നിറഞ്ഞ കലുഷിതമായിരിക്കുന്ന മനുഷ്യ മനസ്സുകൾ വളരെയധികം തകർന്നിരിക്കുന്ന ഒരു ചുറ്റുപാട്, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ ജീവിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ. ഈ ഒരു പശ്ചാത്തലത്തിൽ സമാധാനം എന്നുള്ള വിഷയം വളരെ പ്രസക്തമാണ്. ഇന്ന് സഭയായി നാം ചിന്തക്കെടുത്തിരിക്കുന്ന വിഷയം അതാണ്, പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, സമാധാനവും കലഹ നിവാരണം. എന്താണ് സമാധാനം എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഒരു പ്രശ്നവുമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ മാത്രമല്ല, എന്നാൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ തന്നെയും അതിൻ്റെ മധ്യത്തിൽ സമാധാനം എന്ന് പറയുന്നത് ദൈവം തരുന്ന ഒരു അനുഗ്രഹമായിട്ടാകുന്നു നാം മനസ്സിലാക്കുന്നത്. വിശുദ്ധ വചനം പഠിപ്പിക്കുന്നതും അതാണ്. യേശു കർത്താവ് പറഞ്ഞ തന്റെ ശിഷ്യന്മാരോട്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. അത് ലോകം തരുന്നത് പോലെയല്ല. മറ്റൊന്നും തന്നെ കർത്താവിന് തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. യേശുവിനോട് ഒരു വേള ചോദിക്കുന്നുണ്ട് തന്റെ ശിഷ്യന്മാർ, ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നല്ലോ. തങ്ങൾക്കുള്ളതെല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചവരായിരുന്നല്ലോ ശിഷ്യന്മാർ.
നിന്നെ അനുഗമിച്ചാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്ന് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. യേശു കർത്താവ് പറയുന്നുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, കുറുനരികൾക്ക് മാളമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായിപ്പാൻ പോലും ഇടമില്ല. അപ്പോൾ തലചായിപ്പാൻ ഇടമില്ലാത്തവനാണ് നമ്മുടെ കർത്താവ്, ആയിരുന്നു നമ്മുടെ കർത്താവ്. ആ കർത്താവിനെയാണ് കോടിക്കണക്കിന് മനുഷ്യരെ ആരാധിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ആ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തരുന്നു. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിലും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും നാം തകർന്നു പോകാതിരിക്കാൻ, കലങ്ങി പോകാതിരിക്കാൻ തൻ്റെ സമാധാനത്തെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇതാകുന്ന സമാധാനത്തെക്കുറിച്ചുള്ളൊരു കാര്യം. മറ്റൊന്ന് അതിനെതിരായിട്ടുള്ളൊരു അവസ്ഥയാണ് അക്രമം എന്ന് പറയുന്നത്. ഹമാസ്, വയലൻസ്, അക്രമം. അപ്പോൾ ഈ സമാധാനം തകർക്കപ്പെടുന്നതാകുന്നു അക്രമം എന്ന് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സമാധാനത്തിന് കൊടുത്തിരിക്കുന്ന ഒരു നിർവചനം വായിക്കുവാനായിട്ടിടയാണ്. ഒരാളോ ഒരു പറ്റം ആളുകളോ തങ്ങൾക്കെതിരായോ സമൂഹത്തിനെതിരായോ മുറിവേൽപ്പിക്കാനോ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കുവാനോ പൂർണ്ണ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതിനോ അവകാശപ്പെട്ടത് നിഷേധിക്കുന്നതിനോ വേണ്ടി മനഃപൂർവം ഉപയോഗിക്കുന്ന ശക്തിയാണ് കലഹം അല്ലെങ്കിൽ ഹമാസ്, അക്രമം എന്ന് പറയും. ഇതിനെതിരായ അവസ്ഥയാണ് സമാധാനം എന്ന് പറയുന്നത്. ഇത് ദൈവികമാണ് എന്ന് നാം ചിന്തിച്ചത്. നിശ്ചലമായ ഒന്നല്ല. മനുഷ്യനും ദൈവവുമായും മനുഷ്യനും പ്രകൃതിയുമായും നിലനിന്നു പോരേണ്ട ക്രിയാത്മകവും മൂല്യവത്തുമായ ഒരു പെരുമാറ്റ രീതിയാണ് സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ കലഹ നിവാരണം വരുത്തുന്നിടത്താണല്ലോ സമാധാനം പുലരുന്നത്. ഇന്നത്തെ വേദഭാഗങ്ങളൊക്കെ ഈ ഒരു ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്ന വേദഭാഗങ്ങളാണ്. പഴയ നിയമത്തിൽ നാം വായിച്ചല്ലോ, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ. അവിടെ അബ്രഹാമും ലോത്തും വഴിപിരിയുകയും ധാരാളം ആളുമാളുകൾ അവർക്ക് പെരുകി. അതുകൊണ്ട് ദേശത്ത് അവർക്ക് ഒരുമിച്ച് പാർക്കുവാൻ ഇടമില്ലാത്ത വിധത്തിൽ അവർ സമ്പന്നരായി തീരുകയും. അങ്ങനെ അബ്രഹാമിന്റെയും ലോത്തിന്റെയും ഇടയന്മാർ തമ്മിൽ ചെറിയ തർക്കവും പ്രശ്നങ്ങളും വഴക്കും അവിടെ ഉണ്ടാകുവാനായിട്ടിടയായി. അബ്രഹാം അവിടെ ലോത്തിനോട് പറയുന്നത്, നാം തമ്മിൽ സഹോദരന്മാരല്ലോ, നാം കലഹിക്കേണ്ടവരല്ല, നാം തമ്മിൽ മത്സരിക്കേണ്ടവരല്ല, നാം തമ്മിൽ യുദ്ധം ചെയ്യേണ്ടവരല്ല, നാം ശത്രുക്കളെ പോലെ പെരുമാറേണ്ടവരല്ല, നാം സഹോദരന്മാരാണ്. ഈ ഒരു വിചാരം അബ്രഹാമിന്റെ ഉള്ളിൽ ദൈവികമായ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് വിട്ടുകൊടുക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് അബ്രഹാമിനോട് ഉണ്ടാവുകയാണ്. അതുകൊണ്ട് വിട്ടുകൊടുക്കുന്നതിലൂടെ കലഹ നിവാരണം. ഒന്നാമത്തെ ചിന്ത അതാണ്. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ത്രൂ ഹാൻഡ് ഓവർ റൈറ്റ് ടു അനദർ. തനിക്ക് അവകാശപ്പെട്ടത്, തനിക്ക് ലഭിക്കേണ്ടുന്നത് വിട്ടുകൊടുക്കുവാനുള്ള മനസ്സാണ്. അവിടെ വായിക്കുന്നുണ്ട്, ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇരിക്കുകയാണ്, ഞാനൊന്നും കൈയടക്കി വെക്കുന്നില്ല, എന്റേതൊന്നും പറയുന്നില്ല, ദേശം മുഴുവൻ നിന്റെ മുൻപാകെ ഇരിക്കുകയാണ്. നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നമുക്ക് യാതൊരു തർക്കത്തിൻ്റെയും ആവശ്യമില്ല. പ്രിയമുള്ളവരെ, ഇത് എത്രയോ വലിയ മഹത്തായ ഒരു പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഓരോ ദിവസവും നാം കേൾക്കുന്നത് വസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ മുതലിന് വേണ്ടി പണത്തിന് വേണ്ടി മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നാം ഓരോ ദിവസവും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സഹോദരങ്ങൾ തമ്മിൽ കൊല ചെയ്യുകയാണ്, മാതാപിതാക്കളെ കൊല ചെയ്യുകയാണ്, മാതാപിതാക്കൾ മക്കളെ കൊല ചെയ്യുകയാണ്. എത്ര ഭയങ്കരമായ അനുഭവം! ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി, ഒരല്പം ഭൂമിക്ക് വേണ്ടി
ഒക്കെ കൊല ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് വലിയ അക്രമം. ഇത് സമാധാനത്തിന്റെ വഴിയല്ല. രാജ്യങ്ങൾ തമ്മിലും ഇപ്പോൾ നടക്കുന്ന അല്പം ഭൂമിക്ക് വേണ്ടിയാണ്. നമ്മുടെ അതിർത്തി തർക്കങ്ങളൊക്കെ ഭൂമിക്ക് വേണ്ടിയാണ്. അതിന്റെ ന്യായാന്യായങ്ങളിലേക്കല്ല നാം കടക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ജനവാസയോഗ്യമല്ലാത്ത മഞ്ഞു മൂടിക്കിടക്കുന്ന പർവ്വത പ്രദേശങ്ങളാണ് അതിർത്തികളിലുള്ളത്. ഫലഭൂഷ്ടമായ സമ്പൽ സമൃദ്ധമായ സ്ഥലമൊന്നുമല്ല. എന്നാൽ അതിനു പോലും എത്രയോ ജവാന്മാരാണ് ജീവനെ കൊടുക്കുന്നത്. അവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത കാലാവസ്ഥയിൽ എത്രയോ ജവാന്മാരാണ് അവിടെ കിടക്കുന്നത്. എത്രയോ രാജ്യത്തിന്റെ ധനമാണ് അതിനുവേണ്ടി വിനിയോഗം ചെയ്യുന്നത്. നമ്മുടെ അതിർത്തി സംരക്ഷിക്കേണ്ട എന്ന് പറഞ്ഞാൽ അല്ല അതിന്റെ അർത്ഥം. പക്ഷെങ്കിൽ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം, അല്ല ഭൂമിക്ക് വേണ്ടിയുള്ള മത്സരം, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള യുദ്ധം. എത്രയോ യുദ്ധങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നു. സ്ഥലത്തിന് വേണ്ടി, അതിർത്തി തർക്കങ്ങളുടെ പേരിൽ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ശുദ്ധജലത്തിന് വേണ്ടി ഉണ്ടായിരിക്കുന്നു. ഇത് വലിയൊരു യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്നത്. അബ്രഹാമിന്റെ ഈ ഒരു ചിന്ത മനുഷ്യന്റെ മനസ്സിലേക്ക് വരാത്തതുകൊണ്ടാണ്. നാം സഹോദരങ്ങളാണ്. മറ്റൊരു രാജ്യക്കാരായിക്കോട്ടെ, വേറൊരു ദേശക്കാരായിക്കോട്ടെ, നാം മനുഷ്യരാണ്. നാം ദൈവത്തിന്റെ മക്കളാണ്. നാം തമ്മിൽ ചോര ചിന്തി പിടഞ്ഞ് മരിക്കേണ്ടവരല്ല. നാം തമ്മിൽ യുദ്ധം ചെയ്യേണ്ടവരല്ല. ഈ ഒരു വലിയ ചിന്ത ഒന്നാമതായിട്ട് രൂഢമൂലമായി ഉണ്ടാകേണ്ടതാണ്. അത് ഇവിടെ അബ്രഹാമിനുണ്ടാവുക. അതുകൊണ്ടാണ് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് നീതിയായി കണക്കിട്ടു എന്ന് നാം വായിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത അവിടെയായി. ഈ ദേശമെല്ലാം കിടക്കുന്നു, നീ ഇഷ്ടം പോലെ നീ എടുത്തുകൊള്ളുക. നാം വായിക്കുന്നുണ്ട്, ലോത്ത് തനിക്കിഷ്ടമുള്ള വഴി തിരഞ്ഞെടുത്ത് അങ്ങോട്ട് യാത്രയാകുന്നതും അതിന്റെ അനന്തരഫലവുമെല്ലാം ചരിത്രമാണ്. അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യം. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആദിമകാലം മുതൽ ഇന്ന് വരെയുള്ള ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് ഇതിന് പരിഹാരം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശത്രുവിന്റെ മുഖത്ത് സഹോദരനെ കാണുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. അതിനുള്ള റെസൊല്യൂഷൻ എന്ന് പറയുന്നത് തന്റെ ശത്രുവിന്റെ മുഖത്ത് സഹോദരനെ കാണുക. ഏശാവും യാക്കോബും കൂടെ തമ്മിൽ പിണങ്ങി പിരിയുന്നുണ്ട്. ഏശാവ് അവന്റെ വഴിക്ക് പോയി. ഏശാവിന്റെ ജ്യേഷ്ഠാവകാശം യാക്കോബ് കൈക്കലാക്കി. കാലങ്ങൾക്ക് ശേഷം യാക്കോബ് ഏശാവ് വലിയ ധനികനായി മടങ്ങി വരുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം അത് വായിക്കുന്നു. അങ്ങനെ മടങ്ങി വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ യാക്കോബ് ആകെ ഭയന്നു. കാരണം താൻ ചെയ്തത് എന്താണെന്ന് യാക്കോബിന് അറിയാം. അതുകൊണ്ട് തന്റെ ദാസിയെയും ദാസിയുടെ മക്കളെയും ഒക്കെ മുമ്പിൽ നിർത്തി, തന്റെ പ്രിയ ഭാര്യയെയും കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് നിർത്തി. അതുകൊണ്ട് അവരെ അങ്ങനെ എതിരേൽക്കുന്ന ഒരു സംഭവം നാം വായിക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഏശാവ് യുദ്ധം ചെയ്യാനൊന്നും പോയില്ല. അതിനു മുമ്പ് തന്നെ ആളെ വിട്ടു. വളരെ നയപരമായ കാര്യങ്ങളിൽ യാക്കോബ് ഏശാവിനോട് സമീപിച്ചു. അപ്പോൾ ഏശാവ് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. വലിയൊരു സമ്പത്ത് ഏശാവിന് കൊടുക്കാനാണ് യാക്കോബ് പോയത്. ഏശാവ് പറഞ്ഞു, എനിക്ക് ഇഷ്ടംപോലെയുണ്ട്, എനിക്കൊന്നും വേണ്ട എന്ന് ഏശാവ് പറയുക. യാക്കോബ് ഒരു വാക്ക് പറയുന്നുണ്ട്, ഞാൻ നിന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ കാണുകയാണ്. അപ്പോൾ യാക്കോബ് യേശാവിന്റെ മുഖത്ത് ഒരു ദൈവദൂതനെ പോലെ, ദൈവത്തെ പോലെ യേശാവിനെ കാണാൻ കഴിയുകയാണ് യാക്കോബിന്. ഇവിടെ ഇതാണ് ആവശ്യം. ഏതൊരു അക്രമവും അവസാനിക്കാൻ, ഏതൊരു യുദ്ധവും അവസാനിക്കാൻ, ഏതൊരു കലഹവും അവസാനിക്കാൻ പരസ്പരം സഹോദര നിർവിശേഷമായ ഒരു ഇടപെടലിലൂടെ മുഖത്ത് സഹോദരനെ കാണാൻ, മുഖത്ത് ദൈവസാദൃശ്യം കാണാൻ, അവനിലും എന്നിലും ഉള്ളത് ദൈവസാദൃശ്യമാണെന്ന് മനസ്സിലാക്കാൻ അങ്ങനെ കഴിയുന്നിടത്താണ് കലഹം പരിഹരിക്കപ്പെടുന്നത് എന്ന് നാം അവിടെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ വിട്ടുകൊടുക്കുന്നതിലൂടെ കലഹ നിവാരണം സാധ്യമായി തീരുന്ന ഒരു അനുഭവമാണ് നമുക്ക് അവിടെ കഴിയുന്നത്. ദൈവം അത് തന്നെയാകുന്നല്ലോ ചെയ്തത്. മനുഷ്യൻ ദൈവവുമായിട്ടുണ്ടായിരുന്ന ആ ഒരു അകൽച്ച, ശത്രുതയിലായിരുന്നു. പാപികളായ മനുഷ്യൻ ദൈവവുമായിട്ട് ശത്രുതയായിരുന്നു. പൗലോസ് വാക്കിൽ പറഞ്ഞാൽ, നിങ്ങൾ മുൻപേ ശത്രുക്കളായിരുന്നു ദൈവത്തോട്, ദൈവവുമായിട്ട് ബന്ധവുമില്ലാത്തവരായിരുന്നു.
അതിന് പരിഹാരം ദൈവം തൻ്റെ പുത്രനെ വിട്ടുകൊടുത്തു എന്നാണ്. അതാണ് ദൈവത്തിന് നാം വായിക്കുന്നത്. അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ ദൈവം സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ദൈവീയ സ്വഭാവം അതാണ്, വിട്ടുകൊടുത്തുകൊണ്ട്. ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ബോധപൂർവം അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. അതിനാൽ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നതിലൂടെ കലഹ നിവാരണത്തിന് സാധിക്കും എന്ന് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുകയാണ്. രണ്ടാമത്തെ ചിന്ത പരസ്പരോന്മുഖത. പരസ്പരോന്മുഖമായിട്ടുള്ള ബന്ധങ്ങളിലൂടെയാണ് കലഹ നിവാരണം. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ത്രൂ മ്യൂച്വാലിറ്റി എന്ന് പറയും. ആദ്യം നമ്മൾ കണ്ടു വിട്ടുകൊടുക്കുന്നതിലൂടെ ഉള്ള കലഹ നിവാരണം. രണ്ടാമത് പാരസ്പര്യത്തിലുള്ള മ്യൂച്വാലിറ്റിയിലൂടെയുള്ള ഒരു പരസ്പരം മനസ്സിലാക്കി ഇടപെടുന്നതിലൂടെയുള്ള ഒരു കലഹ നിവാരണം. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി നാം വായിച്ചല്ലോ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിച്ചു. അവിടെ രണ്ട് ഭാഷക്കാർ തമ്മിലുള്ള പ്രശ്നമാണ്. എബ്രായ ഭാഷക്കാരും യവന ഭാഷക്കാരും തമ്മിലുള്ള യവന ഭാഷക്കാര് അഥവാ വിജാതീയ ക്രിസ്ത്യാനികൾ എബ്രായ ക്രിസ്ത്യാനികളോട് ഒരു പരിഭവം പറഞ്ഞു. കാരണം വിധവമാരെ നമ്മുടെ ശുശ്രൂഷകളിൽ ഉപേക്ഷയായി നിങ്ങൾ കരുതുന്നു. ഉടനെ അപ്പോസ്തലന്മാര് അവരെല്ലാം വിളിച്ചു കൂട്ടി ഒരു തീർപ്പ് കൽപ്പിക്കുകയാണ്. ഞങ്ങള് വചന ശുശ്രൂഷ വിട്ട് ഈ മേശയിലെ ശുശ്രൂഷ ചെയ്യുന്നത് ഉചിതമല്ല. അതുകൊണ്ട് ഞങ്ങൾ വചന ശുശ്രൂഷയിൽ ഒറ്റിരിക്കാം, സുവിശേഷ പ്രവർത്തനത്തിൽ ഒറ്റിരിക്കാം. നിങ്ങളിൽ നിന്ന് തന്നെ ജ്ഞാനവും വിവേകവുമുള്ള ആളുകളെ, കഴിവുള്ള ആളുകളെ ഈ ശുശ്രൂഷയ്ക്കാക്കാൻ ആയിട്ട് പറയും. നാം അവിടെ വായിക്കുന്നത് അവർ തന്നെ ഒരു പരിഹാരം കണ്ടെത്തുകയാണ്. ജ്ഞാനവും വിവേകവുമുള്ള 7 പുരുഷന്മാരെ അവരിൽ നിന്ന് തന്നെ ആ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു എന്ന് നാം വായിക്കുകയാണ്. പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെ, വളരെ വിവേകപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ ആ കലഹം അവിടെ ഇല്ലാതെയായി തീരുക, ആ പ്രശ്നം അവിടെ ഇല്ലാതെയായി തീരുകയാണ്. അതെല്ലാവർക്കും ബോധ്യമായി എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. എല്ലാവർക്കും ബോധ്യമാകുന്ന വിധത്തിലുള്ള തീരുമാനം എടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ സഹായിച്ചു. പക്ഷം ചേരലല്ല. പരാതി പറഞ്ഞവരോട് പറഞ്ഞു, നിങ്ങളിൽ നിന്ന് തന്നെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ആളുകളെ എടുക്കുക. ആ പ്രശ്നം അങ്ങനെ അവിടെ അവസാനിപ്പിക്കുക. എൻ്റെ ശുശ്രൂഷയിലുണ്ടായ ഒരു അനുഭവവും സംഭവവും ഞാൻ ഓർക്കുക. സെമിനാരി പഠിക്കുമ്പോൾ പ്രാക്ടിക്കൽ വർക്കിനായിട്ട് ഒരു ദേവാലയത്തിൽ പോയി. അവിടെ ദേവാലയം പുതിയതായിട്ട് പണി കഴിഞ്ഞു. അതിന് മുറ്റമെല്ലാം വൃത്തിയാക്കിയാണ്. അച്ഛൻ അവിടെ അനൗൺസ് ചെയ്തു, ആരാധനയ്ക്ക് ശേഷം എല്ലാവരും നിൽക്കണം, പൊതുപ്പണിയായിട്ട് മുറ്റമെല്ലാം വൃത്തിയാക്കണം. 2 ആഴ്ച കഴിഞ്ഞാൽ ബിഷപ്പ് വന്ന് സഭയുടെ പള്ളിയുടെ കൂദാശയാണ്. എന്നാൽ ആരാധന കഴിഞ്ഞ് 2 വിഭാഗം ആളുകൾ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു നിന്ന് ഭയങ്കരമായ വഴക്കാണ് അവിടെ. അതിന് കാരണം ആ ദേവാലയ മുറ്റത്തൊരു കിണറുണ്ട്. വളരെ പാരമ്പര്യമായൊരു കിണറാണ്. ആ കിണർ മനോഹരമായിട്ട് പണിത ആ കിണറാണ്. കെട്ടി അതിന് ആൾമറയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നടുമുറ്റത്ത് നിൽക്കുകയാണ്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞ് ഈ കിണർ മൂടിക്കളയണം. മറ്റൊരു വിഭാഗം പറഞ്ഞ് ഒരിക്കലും മൂടാൻ പാടില്ല, ഇത് പിതാക്കന്മാരുടെ കാലത്തുള്ള കിണറാണ്. ഭയങ്കരമായ തർക്കമാണ്. അവിടെ ഒരു പൊതുപ്പണിയൊന്നും നടന്നില്ല. കുറെ നേരം ശരണയിട്ടതിന് ശേഷം അവർ മടങ്ങിപ്പോയി. അച്ഛൻ വന്ന വെസ്ട്രയിൽ വളരെ ദുഃഖിതനായിരുന്നു. എനിക്ക് ഒരു ആശയം തോന്നി. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു ആശയം തോന്നി, എന്ന് പറഞ്ഞോട്ടെ. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പറയൂ. ഞാൻ പറഞ്ഞു, അച്ഛാ ഈ കിണർ ഇത് മണ്ണിട്ട് മൂടിക്കളയണ്ട, ഇതിൻ്റെ ആൾമറ പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ 2 സ്ലാബ് വാർത്ത ഇട്ടാൽ കിണർ മൂടിയോ എന്ന് ചോദിച്ചാൽ മൂടി, മൂടിയില്ലേ എന്ന് ചോദിച്ചാൽ മൂടിയില്ല. ഇനി ഒരു ആവശ്യം വരുമ്പോൾ വേണമെങ്കിൽ കിണർ ഉപയോഗിക്കുകയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ കിണർ അങ്ങനെ കിടക്കുകയും ചെയ്യും, മുറ്റം പോലെ കിടക്കുകയും ചെയ്യും. അതിന് മുകളിൽ വാഹനങ്ങളൊക്കെ ഓടുകയും ചെയ്യാം. ഇപ്പോൾ ആ കിണർ ഉപയോഗിക്കുന്നില്ലല്ലോ. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ നല്ലൊരു ഐഡിയ ആണല്ലോ, ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പോന്നു. ചില നാളുകൾക്ക് ശേഷം ഞാൻ ഈ അച്ഛനെ കണ്ടു. അച്ഛനോട് ചോദിച്ചു, എൻ്റെ മനസ്സിലുണ്ടായത് ഞാൻ ഈ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്തു എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഈ പ്രശ്നം സോൾവ് ചെയ്തു. 2 കൂട്ടർക്കും സമ്മതമായി. കിണർ മൂടിയോ എന്ന് ചോദിച്ചാൽ മൂടി, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞങ്ങൾ സ്ലാബ് വാർത്തിട്ടു ആ പ്രശ്നം സോൾവ് ചെയ്തു എന്ന് പറയാനിടയായി. പ്രിയമുള്ളവരെ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഒരു തീരുമാനവുമുണ്ട്, ഒരു സൊല്യൂഷനുമുണ്ട്. സമാധാനപരമായുള്ളൊരു തീരുമാനത്തിന് വേണ്ടി ആഗ്രഹിക്കാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പരസ്പരം തയ്യാറാകുമ്പോൾ അവിടുത്തെ ആ പ്രശ്നം ഇല്ലാതെയാകും എന്ന് നാം മനസ്സിലാക്കും. ഈ ഭാഗത്ത് അതാണ് നാം വായിക്കുന്നത്. സഭ വളർന്നു, വളരെ പെരുകി, ധാരാളം വിശ്വാസികൾ വന്നു, ധാരാളം ശുശ്രൂഷകരുടെ ആവശ്യം വന്നു. അവിടെ ഉണ്ടായൊരു പ്രശ്നം ഇതാണ്. ഉടനെ അത് വളരെ
രമ്യമായി പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സാധ്യമാണ് മനസ്സ് വെച്ചാൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ അകൽച്ചകൾ ഇല്ലാതാക്കാൻ. കുടുംബത്തിലായിരുന്നാലും സഭയിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഒരു രമ്യമായ പരിഹാരം കണ്ടെത്തുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നാം വായിക്കുന്ന കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ത്രൂ ജസ്റ്റ്ഫുൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. അതായത് വിഭവങ്ങളുടെ നീതിപൂർവമായ വിതരണത്തിലൂടെ കലഹ നിവാരണം. ഇത് അസമാധാനത്തിനും കലഹത്തിനും വലിയൊരു പ്രശ്നമാണ്, വലിയൊരു ഘടകമാണ് ഈ വിഭവങ്ങളുടെ അനീതിപരമായ ഇടപാട്. അതാണല്ലോ എവിടെയും വലിയ പ്രശ്നങ്ങൾ ഉയരുന്നത് ഈ നാടുകളിലൊക്കെ. വിഭവങ്ങൾ അല്ലെങ്കിൽ ധനം അത് നീതിപൂർവമല്ല കൈകാര്യം ചെയ്യുന്നത്. അർഹിക്കുന്നവർക്കല്ല ലഭിക്കുന്നത്, അനർഹർക്കാണ് ലഭിക്കുന്നത്. പലപ്പോഴും ഈ ലോകത്ത് എവിടെ നോക്കിയാലും വലിയ പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വിപ്ലവമൊക്കെ ഉണ്ടാകുന്നത്, വലിയ തോതിലുള്ള അട്ടിമറികളൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അതൃപ്തരായ ആളുകൾ ആ അതൃപ്തി വളർന്ന് വലിയ വിപ്ലവത്തിലോട്ട്, വലിയ സമരത്തിലോട്ട്, കലഹത്തിലോട്ടൊക്കെ നീങ്ങുകയാണ് പല സ്ഥലങ്ങളിൽ. അത് ഇവിടെ യേശു കർത്താവ് പറയുന്ന ഒരു ഉപമയാണ്. അത് ദൈവരാജ്യം സംബന്ധിച്ച ഉപമയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അതായത് മുമ്പന്മാരും ബിംബന്മാരും, ഒരു മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അവൻ തന്റെ തോട്ടത്തിലെ വേലക്കാരെ വിളിക്കുവാനായിട്ട് രാവിലെ 6 മണിക്ക് പുറപ്പെടുകയാണ്. പുലർച്ചെ തന്നെ കുറച്ച് പേരെ വിളിച്ചാക്കി. നാം വായിക്കുന്നത് 9-ാം മണി നേരത്ത് അവൻ പുറപ്പെട്ടു, 11-ാം മണി നേരത്ത് പോയി, പിന്നെ 3-ാം മണി നേരത്ത് പോയി, പിന്നെ അവസാനം 5-ാം മണി നേരത്തും പോവുകയാണ്. 1 മണിക്കൂർ മാത്രമേ ജോലി അവസാനിപ്പിക്കുവാനായിട്ട് സമയമുള്ളൂ. അങ്ങനെ പല സമയങ്ങളിലായി ചെന്ന് മെനക്കെട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ കണ്ട് ന്യായമായതൊക്കെ തരാൻ നിങ്ങൾ വന്ന് എൻ്റെ തോട്ടത്തിൽ വേല ചെയ്യും. ദൈവരാജ്യത്തിന്റെ ഒരു ഉപമയായിട്ട് കർത്താവ് പറഞ്ഞത്. എങ്കിലും അതിൽ മറ്റൊരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുന്നത്, ഇവിടെ പെട്ടെന്ന് കൂലി കൊടുക്കുന്ന സമയത്ത് ആദ്യം ഈ മുമ്പനെയാണ് വിളിച്ചത്, ആദ്യം ബിംബനെയാണ് വിളിച്ചത്. ഏറ്റവും അവസാനം വന്നവരെയാണ് കൂലി കൊടുത്തത്. അല്ലെങ്കിൽ പിന്നെ ആദ്യം വന്നവരൊക്കെ കൂലി കൊടുത്ത് വിട്ടാൽ ആരും അറിയാൻ പോകുന്നില്ലായിരുന്നു. എന്നാൽ ഇതൊരു ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, മനഃപൂർവ്വമായ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇദ്ദേഹം ചെയ്തതാണോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. അല്ലെങ്കിൽ ഇതൊരു അനീതിയല്ലേ എന്ന് തോന്നിപ്പോകും പെട്ടെന്ന്. 1 മണിക്കൂർ ജോലി ചെയ്തവനും 9 മണിക്കൂർ ജോലി ചെയ്തവനും അല്ലെങ്കിൽ 12 മണിക്കൂർ ജോലി ചെയ്തവനും കൂലി ഒരുപോലെ കൊടുക്കുന്നത് എവിടുത്തെ ന്യായം എന്ന് ചോദിക്കാം. അതവിടെ ഉണ്ടാകുന്നുണ്ട് ഒരു വെറുപ്പ്. എന്നാൽ അവിടെ യജമാനൻ പറയുന്നത്, അല്ലെങ്കിൽ ഈ തോട്ടത്തിന്റെ ഉടമസ്ഥൻ പറയുന്നത്, സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. നമ്മൾ തമ്മിലൊരു കൂലി പറഞ്ഞ് ഒത്തായിരുന്നല്ലോ, ആ കൂലി നിനക്ക് തന്നു, നീ മേടിച്ചുകൊണ്ട് പോകുക. പക്ഷെ അവന് കൊടുക്കാനായിട്ട് എനിക്ക് മനസ്സുണ്ട്, അവന് കൊടുക്കുവാനായിട്ട് എനിക്ക് മനസ്സുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറയുന്നത് ജോലി നോക്കി കൂലി കൊടുക്കണം എന്നാണ്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ 2 വിധത്തിലാണ് പ്രതിഫലം കൊടുക്കുന്നത്. ഒന്ന് കൂലിയായിട്ടും മറ്റൊന്ന് കൃപയായിട്ടും. ഇവിടെ യജമാനൻ ചെയ്യുന്നത് അവൻ കൂലിയായിട്ടും കൊടുത്തു, കൃപയായിട്ടും കൊടുത്തു. പകലന്തിയോളം പണി ചെയ്യുന്നവന് കൂലി പറഞ്ഞൊപ്പിച്ച് ചെയ്തത് അത് കൂലിയായിട്ടാണ് കൊടുത്തത്. എന്നാൽ 1 മണിക്കൂർ മാത്രം ജോലി ചെയ്യുന്നവന് കൃപയായിട്ടാണ്. അവന്റെ ആവശ്യമനുസരിച്ചാണ്, ജോലി നോക്കിയല്ല, ആവശ്യം നോക്കി പ്രതിഫലം കൊടുക്കുന്ന ഒരു യജമാനനെയാണ് കാണാൻ സാധിക്കും. ഈ യജമാനൻ, ഈ തോട്ടത്തിന്റെ യജമാനൻ ദൈവമാണ്. ഇത് യഹൂദനെയും ജാതികളെയും ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് നമുക്കറിയാം. അവർ വിചാരിച്ച ദൈവരാജ്യമൊക്കെ ഞങ്ങൾക്കുള്ളതാ, മറ്റാരും അതിൽ പ്രവേശിക്കത്തില്ല എന്നൊക്കെയാണ്. ആ ഒരു വിചാരത്തെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി യേശു കർത്താവ് പറഞ്ഞ മനോഹരമായ ഒരു ഉപമയാണ്. മുമ്പനും ബിംബനും എല്ലാം ഒരുപോലെ പ്രതിഫലം ലഭിക്കും എന്ന് അവിടെ പറയുന്നത് നമുക്കറിയാം. ആ ഭാഗമെല്ലാം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ള ഒരു വ്യാഖ്യാനം കൂടെ നാം അവിടെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ എനിക്കുള്ളത് എനിക്ക് മനസ്സുപോലെ ചെയ്യാൻ പറ്റില്ലേ എന്ന് അവൻ പറയുക. എനിക്കുള്ളത് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ നല്ലവനാകുന്നത് കൊണ്ട് നിന്റെ മനസ്സ്, നീ അസൂയപ്പെടുന്നത് എന്താ? നിന്റെ കണ്ണ് കടിക്കുന്നത് എന്താ? ഞാൻ നല്ലവനാകുന്നത് കൊണ്ട് നിനക്ക് തന്നതുപോലെ അവന് കൊടുക്കുവാൻ എനിക്ക് മനസ്സുണ്ട്. ഈ പരാതി എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയില്ല എന്നുള്ളതല്ല, അവന് കൊടുത്തല്ലോ എന്നുള്ളതാണ് പരാതി. അവിടെയാണ് പ്രത്യേകം. എനിക്ക് കിട്ടിയില്ല, എനിക്ക് അർഹിക്കുന്നത് ലഭിച്ചില്ല എന്നുള്ളതല്ല പരാതി. ഇന്ന് ഈ ലോകത്ത് അനേക പരാതികളും അങ്ങനെയാണ്.
എനിക്ക് കിട്ടിയില്ല എന്നുള്ളതല്ല പരാതി, എന്നാൽ അവന് കൊടുത്തല്ലോ എന്നുള്ള പരാതിയാണ്. അങ്ങനെയല്ല ദൈവം പറയുന്നത്, നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്, അവന് കൊടുക്കാൻ എനിക്ക് മനസ്സുണ്ട് എന്നാണ്. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്ന കർത്താവ്, സമയം നോക്കിയല്ല, ജോലി നോക്കിയല്ല, എന്നാൽ ആവശ്യമനുസരിച്ച് ആവശ്യം അറിഞ്ഞ് കൊടുക്കുന്ന ഒരു കർത്താവ്. ഇതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ ഒരു മനോഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാകുകയല്ല. വാസ്തവത്തിൽ അവിടെ സാമൂഹികമായി നിലനിന്നിരുന്ന ഒരു അന്തരം അല്ലെങ്കിൽ ഒരു അനീതി അത് ഇല്ലായ്മ ചെയ്യുവാനായിട്ടുള്ള ഒരു പരിശ്രമമാണ്. ഒരു സോഷ്യലിസ്റ്റിക് ഒരു അപ്രോച്ചാണ് യേശു കർത്താവ് അവിടെ കാണിക്കുന്നത്. എല്ലാവരെയും ഒരുപോലെ കാണാനും എല്ലാവർക്കും ഒരുപോലെ വിഭവങ്ങൾ ലഭിക്കാനുമുള്ള ദൈവത്തിൻ്റെ വലിയ ഒരു ഔദാര്യ മനസ്സിനെ അവിടെ കാണുകയാണ്. അത് അങ്ങനെ ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, സമാധാനം സ്ഥാപിക്കുക, ഇല്ലാത്തവനായിട്ട് ആരുമില്ലാതിരുന്ന ഒരു അനുഭവം, എല്ലാവർക്കും അവൻ്റെ ആവശ്യം പോലെ പങ്കിട്ട അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അവരുടെ സ്വന്തം എന്നാരും പറഞ്ഞില്ല. എല്ലാവരും തങ്ങൾക്കുള്ളത് വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അവര് ഉചിതം പോലെ ആവശ്യം പോലെ അത് വിഭജിച്ച് നൽകിയെന്ന് നാം വായിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ വലിയ ഒരു ആലോചനയാണ്. ദൈവികമായിരിക്കുന്ന ഒരു വലിയ ദൂതാണ് ഇത്. നാം ഏറ്റെടുക്കുമ്പോൾ സമാധാനം പുലരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. 1, വിട്ടുകൊടുക്കുന്നതിലൂടെ കലഹ നിവാരണം, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നതിലൂടെ സമാധാനം പുനഃസ്ഥാപനം. 2, മ്യൂച്വാലിറ്റി, പരസ്പരം ഉള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം മനസ്സിലാക്കി എല്ലാവർക്കും രമ്യമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിലൂടെ ഉള്ള ഒരു സമാധാനം. 3-ാമതായിട്ട് നമ്മൾ കാണുന്നത് നീതിപൂർവമായ വിതരണത്തിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ കലഹ നിവാരണം ഉണ്ടാകുന്നു എന്ന് നാം വായിക്കുന്നു. അതുകൊണ്ട് ഈ വചനം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും സഭാ ജീവിതത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും എല്ലാം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുദിനവും നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് തലകളെ വണക്കാം. ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ വചനം ധ്യാനിക്കുവാൻ നിങ്ങൾക്ക് നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. ഈ ലോകത്ത് കർത്താവേ, പല വിധത്തിലുള്ള കലഹങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നല്ലോ. അവിടുന്ന് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ് ഈ ഭൂമിയിലുള്ളത് കർത്താവെ. അഥവാ തമ്മിൽ സഹോദരങ്ങളാണ് കർത്താവെ. അതുകൊണ്ട് ഓരോ മനുഷ്യനും അവരുടെ മുഖത്ത് ആ സഹോദരനെ കാണാൻ, അല്ലെങ്കിൽ തന്നെ ദൈവത്തെ കാണാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഏറ്റവും പ്രായോഗികവും ഏറ്റവും മനുഷ്യോചിതവുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് എല്ലാവർക്കും ബോധ്യമാകുന്ന വിധത്തിൽ കർത്താവെ തീരുമാനങ്ങൾ എടുത്ത് നല്ല നിലയിൽ മുൻപോട്ട് പോകുവാൻ, സമാധാനത്തോടെ മുൻപോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണമേ. അതുപോലെ തന്നെ കർത്താവ് വിഭവങ്ങൾ ലഭിച്ചിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളുമൊക്കെ അത് ദൈവനീതിയോടുകൂടെ വിതരണം ചെയ്യപ്പെടുവാൻ, അതിലൂടെ സമാധാനം കൈവരുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനകൾക്കായി സ്തോത്രം. ഈ വലിയ പ്രതിസന്ധിയുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ ദൈവമേ, നിന്നിലുള്ള ആശ്രയത്തിലും നിന്റെ വചനത്തിലുള്ള വിശ്വാസത്തിലും വർദ്ധിച്ച് വളരുവാൻ നീ അടിയങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കണമേ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ സ്വീകരിച്ചിട്ടുണ്ട്. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ കർത്താവായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനായ കന്യമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചു ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് അന്യങ്ങളുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധാത്മാവിന്റെ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യമായ ജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ചില കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഈ ആഴ്ച നാളെ മുതൽ 26-ാം തീയതി വരെ നമ്മുടെ മഹായിടവക പ്രാർത്ഥനാ വാരമായി നമ്മുടെ CSI ഡേയോടനുബന്ധിച്ച് നടത്തുകയാണ്.
ഓരോ ദേവാലയങ്ങളിലും CSIയുടെ കൊടി ഉയർത്തി 27-ാം തീയതി ആരാധനയ്ക്ക് ശേഷം കൊടി താഴ്ത്തുകയാണ്. വൈകുന്നേരം 7 മുതൽ 7:30 വരെയുള്ള സമയമാണ്. ഗ്രൂപ്പിലൂടെ നിങ്ങൾ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്കായിട്ടുള്ളത് പ്രാർത്ഥനാ വിഷയങ്ങൾ വിട്ടിട്ടുണ്ട് ഓരോ ദിവസത്തെയും. ദയവായി നിങ്ങൾ ഇത് വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടെ കുടുംബ പ്രാർത്ഥനയോട് ചേർന്ന് നമ്മുടെ ഈ വിഷയങ്ങളും കൂടെ വെച്ച് എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്. നമ്മുടെ സഭ 73 വർഷം പിന്നിടുകയാണ്. 74ാമത് ജന്മദിനത്തിലേക്ക് കാൽവയ്ക്കുകയാണ്. ഇത്രത്തോളം സഭയുടെ കർത്താവ് നമ്മെ നടത്തി. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും ദൈവം നമ്മെ ഓരോരുത്തരെയും കാത്ത് പരിപാലിക്കുന്നതെന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സഭയെ ഓർത്ത് സഭയുടെ ശുശ്രൂഷകരെ ഓർത്ത് ഒക്കെ പ്രത്യേകമായി നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് വിശേഷാൽ ഈ സമയത്ത് ഓർപ്പിക്കുക. മറ്റൊന്ന്, നിങ്ങളിൽ വരുമാനം മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗ്രൂപ്പിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ സുരക്ഷിതരായിരിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും സ്നേഹവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ അവിടുത്തെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുന്നു. ലോകമെമ്പാടും ദൈവമേ വളരെയധികം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ അടികൾക്ക് അങ്ങേ ആരാധിപ്പാനും അവിടുത്തെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവിനെ നോക്കി വിളിക്കുവാനും നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവെ പ്രത്യേകമായിട്ട് ഞങ്ങളെ ആവശ്യങ്ങളിരിക്കുന്നവരെ, രോഗികളായി കഴിയുന്നവരെ, കർത്താവെ കടഭാരങ്ങളാൽ കഷ്ടപ്പെടുന്നവരെ, പ്രായാധിക്യത്തിലിരിക്കുന്നവരെ, കുഞ്ഞുങ്ങളെ, വിദേശങ്ങളിലൊക്കെ ആയി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഭവനങ്ങളിലായിരിക്കുന്നവരെ, കർത്താവെ ചികിത്സയിലൂടെ കടന്നു പോകുന്നവരെ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക. നിന്റെ കരം നീട്ടി നിന്റെ മക്കളെ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവ് ഓരോ ഹൃദയങ്ങളിലും സമാധാനം വാഴുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. തമ്മിലും കുടുംബത്തിലും കർത്താവ് ദൈവമേ ചുറ്റുപാടുകളോടും സമാധാനമുള്ളവരായി ജീവിക്കുവാനുള്ള സഹായിക്കണമേ. ഞങ്ങളുടെ ദേശത്തും രാജ്യത്തും ലോകത്തുമുള്ള എല്ലാവിധമായ കലഹങ്ങളും കർത്താവെ ഉചിതമായിരിക്കുന്ന മാർഗങ്ങളിലൂടെയും തീരുമാനങ്ങളിലൂടെയും കർത്താവെ നീങ്ങിപ്പോകുവാൻ തക്കവണ്ണം അവിടുത്തെ ആത്മാവ് ഓരോ ഹൃദയങ്ങളിലും അവിടുന്ന് ഇടപെട്ട് പ്രവർത്തിക്കണമേ. രാജ്യങ്ങൾ ഭരിക്കുന്നവരുടെ കർത്താവെ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ ഹൃദയങ്ങളിൽ ദൈവമേ നിന്റെ ആലോചന അവിടെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ ആവശ്യങ്ങളിരിക്കുന്ന എല്ലാ മക്കളെയും പ്രാർത്ഥനയിൽ ഓർക്കും. രോഗികളായ ആശുപത്രികളിൽ കഴിയുന്നവരുണ്ട്, പ്രത്യേകിച്ച് മഹാമാരിയാൽ ബാധിതരായിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ മരണപ്പെട്ടു പോയവരുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ ചികിത്സയിലൂടെ കടന്നു പോകുന്ന മക്കളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രത്യേകിച്ച് ദൈവമേ മഹാമാരിക്കെതിരെ പോരാടുന്ന മക്കളെ ഓർക്കുന്നു. ദൈവമേ ബാധിക്കപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സിനായും നേഴ്സസിനായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലെ ആരോഗ്യ പ്രവർത്തകരെ ഓരോരുത്തരെയും ഞങ്ങൾ പ്രാർത്ഥനയെ ഓർക്കുകയാണ്. നിന്റെ മക്കളെ കർത്താവ് ബലപ്പെടുത്തണമേ. കർത്താവിൻ്റെ മക്കളെ ദൈവമേ അവിടുത്തെ ദൂതന്മാർ തന്നെ സംരക്ഷിച്ചു കൊണ്ടമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. കർത്താവിൻ്റെ പകരടികൾക്ക് അനുഗ്രഹിച്ചു തരണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദൈവമേ CSI സഭ ദൈവമേ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഇത്രത്തോളം ഒരു സഭ എന്ന നിലയിൽ ഞങ്ങളുടെ രാജ്യത്ത് ഐക്യത്തിൻ്റെ സാക്ഷ്യവുമായി നിലനിൽക്കുവാൻ ഞങ്ങൾ സഭയോട് ഉപയോഗിച്ചതോർത്ത് സ്തോത്രം. കാലാകാലങ്ങളിലായതിന് എല്ലാം നേതൃത്വത്തിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. തുടർന്ന് കർത്താവിനെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ നിന്റെ മക്കളെ നിന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. യുവജനങ്ങളെ ഓർക്കുന്നു, സൺഡേ സ്കൂൾ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ജനസംഖ്യത്തെ ഓർക്കുന്നു, വയറിനെ ഓർക്കുന്നു, കമ്മിറ്റി അംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവ് പകരണമേ. ഈ നാളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ യാചിപ്പാൻ നിന്റെ മക്കളെ ഒരുക്കണമേ. യേശു മശിഹാമൂലം ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നീ കേൾക്കണമേ. ആമേൻ. കർത്താവ് നമ്മെ പഠിപ്പിച്ചതുപോലെ നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കർത്താവ് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടുത്തേക്കുള്ളതാകുന്നു. ആമേൻ. വിശ്വാസമുള്ള ഹൃദയങ്ങളോടെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന് നിരന്തരമായ സംസർഗവും സഹവാസവും കാവലും സമാധാനവും ഇപ്പോഴും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ.
അതിനായി 251 കീർത്തനത്തിൻ്റെ ആദ്യത്തെ ചരണം പാടാം. കീർത്തനം 251. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കട്ടെ. ഞങ്ങളുടെ ആത്മാവോടുകൂടെ നമുക്ക് സമാധാനമായിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.